കൃഷ്ണപുരം പാലസിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇത് കൃഷ്ണസ്വാമി ടെമ്പിളിൻ്റെ അടുത്തുള്ള പാലസാണ്. ഈ സ്ഥലത്തിൻ്റെ പേരും കൃഷ്ണപുരം തന്നെയാണ്. ഇത് 12-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ പുതുക്കി പണിത ഒരു കൊട്ടാരമാണ്. അതിനു മുമ്പ് ഓടനാട് രാജാവിൻ്റെ ചെറിയൊരു നാലുകെട്ടായിരുന്നു. അത് രാമയൻ ദളവയായിരുന്നു അന്നുണ്ടാക്കിയത് ആദ്യത്തെ. പിന്നെ മാർത്താണ്ഡവർമ്മയുടെ പ്രധാനമന്ത്രി ആണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തത്. അതിൽ മാർത്താണ്ഡ വന്നിട്ടാണ് ഇത് വലുതാക്കി പണിതത്. ഇത് 16 കെട്ടാക്കി മാറ്റി. അതായത് 4 നടുമുറ്റം ഉണ്ടാവുന്നർത്ഥം. അത് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അത് മൊത്തം പൊളിഞ്ഞു പോയിരുന്നു രാജഭരണം കഴിഞ്ഞപ്പോൾ. പിന്നെ 1950s റിനോവേറ്റ് ചെയ്യാനുണ്ടായത്. ഇപ്പോൾ ഉള്ളത് ഒരു 3 നില കെട്ടിടമാണ്. അതിപ്പോൾ എല്ലാം റിനോവേറ്റഡ് ആണ്. പഴയ പോലെ ഉണ്ടാക്കി വെച്ചെന്നേ ഉള്ളൂ. പഴയ അതേ കൊട്ടാരം അതേ റിപ്ലിക്കയിൽ ഉണ്ടാക്കി. ഇത് തിരുവനന്തപുരത്ത് കുളച്ചിലുള്ള പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ചെറിയൊരു മാതൃകയാണ് ഈ കൊട്ടാരം. അങ്ങനെയാണ് ഇവിടെ മാർത്താണ്ഡവർമ്മ പണിതത്. അപ്പോൾ മാർത്താണ്ഡവർമ്മ ഭരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു, കുളച്ചിലൊക്കെ വന്ന് താമസിക്കുമായിരുന്നു. അന്നത്തെ പടയോട്ടങ്ങളിൽപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഓടനാട്. അങ്ങനെയാണ് ആ രാജാവിൻ്റെ ഭവനം യുദ്ധത്തിന് ശേഷം പുള്ളിയുടാക്കി മാർത്താണ്ഡവർമ്മ സ്വന്തമാക്കി മാറ്റിയത്. ഇവിടുത്തെ അഞ്ചൽ ഒക്കെ ഇവിടെയാണ്. അഞ്ചൽ എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസൊക്കെ മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസൊക്കെ കാണാം. പോസ്റ്റ് ഓഫീസ് പെട്ടിയെ കാണാം. കൃഷ്ണപുരം കൊട്ടാരം മ്യൂസിയം ആക്കി. ഇപ്പോൾ ഇത് ആർക്കിയോളജിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അവരത് മ്യൂസിയം ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറാൻ ടിക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ നമ്മൾ വീഡിയോയും ഫോട്ടോ എടുക്കുന്നതിനൊക്കെ ഒരു ചാർജ് വേറെ വാങ്ങിക്കേണ്ടത്. 420-430 രൂപ കണ്ട് മൊബൈലിൽ വീഡിയോ എടുക്കുന്നതിന് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മ്യൂസിയത്തിൽ മൊബൈലിൽ വീഡിയോ എടുക്കുന്നതിന് കാശ് വയ്ക്കുന്ന കാണുന്നത്. ഇവിടെ കുറേ ചെടികളും മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. മനോഹരമാക്കി വച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് പുതുക്കി പോണത് ആ കൊട്ടാരം. പടിപ്പുരകൾ ഇഷ്ടം പോലെ പടിപ്പുരയുണ്ട്. ഇത് 16 കെട്ടാണെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ഉള്ളിലൊരു കുളമുണ്ട്. നമ്മളിപ്പോൾ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്, കായംകുളം. ഇത് പണ്ട് ശ്രീ രവിവർമ്മയുടെ കൊട്ടാരമായിരുന്നു. ഇത് 8 കെട്ടായിരുന്നു. പിന്നെ അത് മാർത്താണ്ഡവർമ്മ ആക്രമിച്ചിട്ട് അത് 16 കെട്ടാക്കി മാറ്റി. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 4 നടുമുറ്റുണ്ടെന്നാണ് പറയുന്നത്. പടിപ്പുര കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ കൊട്ടാരത്തിൻ്റെ മുൻവശം. അവിടെ ടിക്കറ്റ് വാങ്ങിക്കാൻ പോലീസുകാരൻ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ. ഉള്ളിൽ കയറി ചെന്നാൽ അവിടുത്തെ കുറേ നാണയശേഖരങ്ങളും പഴയ കാലത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പഴയ കാലത്തെ അളവ് തൂക്ക സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. മുകളിൽ മച്ച് നമുക്ക് കാണാം. നല്ല മരമാണ്. പിന്നെ ഈ മോഹൻജദാരോയിൽ കിട്ടിയ ഒരു പ്രതിമ അവർ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അളവ് തൂക്കലിൻ്റെ സംഭവമാണ്. മെഷർമെൻറ്റ്സിന് ഉപയോഗിച്ചേക്കണം, അളവ് അറിയാൻ വേണ്ടിയിട്ട്. ഇത് നടുമുറ്റമാണ്. പഴയ ഓടൊക്കെ അതേപോലെ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്കുള്ള തടിപ്പണിയൊക്കെ കാണാം. ഇത് നന്നങ്ങാടി, അതായത് കബറിടങ്ങളൊക്കെ പഴയ കാലത്ത് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പല്ലക്കാണ്. പാലൻക്യൂൻ. പണ്ട് രാജകുമാർക്ക് ഉള്ളിൽ കയറിയിരുന്നാൽ മതി, ബാക്കിയുള്ളവർ ചുവന്നുകൊണ്ട് പോയിക്കൊള്ളണം. അതൊരു പ്രദർശന വസ്തുവായിട്ട് ഇവിടെ വച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ മുറൽ പെയിൻ്റാണ് കേരളത്തിലെ. ഇത് ഏകദേശം ഒരു 100-150 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് തോന്നുന്നത്. ഇത് വേറൊരു നടുമുറ്റം. അങ്ങനെ 4 നടുമുറ്റങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കയറിപ്പോകാനുള്ള കോണയുണ്ട്. മുകളിലേക്ക് കയറിക്കഴിഞ്ഞാലും അതിവിശാലമായ കുറേ കോറിഡോർസും കുറച്ച് മുറികളൊക്കെ ഉണ്ട്. മൊത്തം 22 മുറിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു കുളമുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇതിൻ്റെ അടിക്കടയിൽ ഒരു കുളമുണ്ടെന്നാണ് പറഞ്ഞത്. അത് പുറത്തേക്കൊരു പോകുന്നൊരു കുളമാണെന്ന് പറഞ്ഞു. പുറത്തേക്കെന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ കടലിലേക്ക് വല്ല ആയിരിക്കാം. ആ ശത്രുക്കൾ വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു കുളം കൂടിയാണ്. അപ്പോൾ ഈ കുളമുള്ള കാരണം തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള ചൂടൊക്കെ നിയന്ത്രണ വിധേയമാണ്. അതിന് ചൂടൊന്നും അനുഭവപ്പെടില്ല. അന്നത്തെ ഒരു ആർക്കിടെക്ചറിൻ്റെ സ്റ്റൈൽ കൂടിയാണത്. 22 മുറിയുള്ളൊരു കൊട്ടാരമാണിത്. മോഡൽ പെയിൻറ്റ്സ് വേറെ കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു അടുക്കളയൊക്കെ കണ്ടു, പഴയ കാലത്തെ അടുക്കള. അങ്ങനെ കുറേ സംഭവങ്ങളിൽ കാണാനുണ്ട്. നമുക്കൊരു ആർക്കിടെക്ചർ വിദ്യാർത്ഥി പോകണമെങ്കിൽ കാണാൻ കുറേ ഉണ്ട്. ഇതൊരു മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. കാഴ്ചകൾ ധാരാളമുള്ള ഒരു ചെറിയ കൊട്ടാരമാണ്. ഇതിൻ്റെ ഒരു വലിയൊരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് പത്മനാഭപുരം പാലസ് കുളച്ചിലുള്ളത്. നടുമുറ്റങ്ങളുടെ കളിയാണെന്ന് പറയാം. 4 നടുമുറ്റം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് വീഴുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഡ്രെയിനേജ് വഴിക്ക് അങ്ങ് പോകും. ഇത് അടുക്കളയുടെ പുറത്തുള്ള ഭാഗമാണ്. അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ടാവും, അല്ലെങ്കിൽ കിണറുണ്ടാവും. ഈ കിണറിലേക്ക് അടുക്കളയിൽ നിന്ന് വെള്ളം കോരിയെടുക്കാം. അന്നും മറ്റേ വേറെ വാട്ടർ സിസ്റ്റം ഒന്നുമില്ല. വാട്ടർ സപ്ലൈ സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാരണം ഇവിടെ നിന്ന് വെള്ളം കോരിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഇത് അടുക്കളയിൽ നിന്നുള്ള എക്സ്റ്റൻഷനാണ് ആ കിണറിലേക്കുള്ള. ഗേബിൾ റൂഫാണ്. ആഞ്ഞിലി, തേക്ക് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ കാലത്ത് ഇവർക്ക് കൊട്ടാരങ്ങൾ മാത്രമേ ഉള്ളൂ ബിൽഡിംഗ് എന്ന് പറയാൻ. ബാക്കിയൊക്കെ ചെറ്റക്കുടികളായിരുന്നു നമ്മൾ മനസ്സിലാക്കുക ആ കാലത്ത്. ഇത് അന്നത്തെ ഈ കൊട്ടാരത്തിനെ സെർവ് ചെയ്യുന്ന കിച്ചണായിരുന്നു. ധാരാളം ആളുകൾക്ക് ഇവിടെ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ
അടുക്കള അടുത്തുള്ള കിണറാണ് കാണുന്നത്. ഇതൊക്കെ അടുപ്പുകളാണ് കാണുന്നതല്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും പുറത്ത് സ്ഥലം കാണാം. പിന്നെയും ഞങ്ങൾ മുകളിലേക്ക് കയറി, പുറത്തുനിന്ന് കയറാം അകത്തുനിന്ന് കയറാം ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ കിളിവാതിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാം. മുകളിൽ നിന്ന് ഒരാളിരുന്ന് കഴിഞ്ഞാൽ പുറത്ത് കാണാൻ പറ്റില്ല ആളെ, പക്ഷേ അകത്തിരിക്കുന്ന ആൾക്ക് എല്ലാം പുറത്ത് കാണാൻ പറ്റും. ഇങ്ങനെ കുറേ കിളിവാതിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇത് കായംകുളം വാളാണ്. ഇരുതല മൂർച്ചയുള്ള വാളാണ് കായംകുളം വാൾ. ഇവിടെ ഇപ്പോൾ കായംകുളം വാൾ കാണാനുണ്ട്. ഒരു 10th സെഞ്ച്വറിയിലെ ബുദ്ധൻ്റെ പ്രതിമ ഇവിടെ കാണാനുണ്ട്. പിന്നെ പോണ്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം കൊട്ടാരം തന്നെ. ഇതൊരു ടോയ്ലറ്റാണ്. പണ്ട് കാലത്ത് ആൾക്കാർ രാജകുമാർ വെച്ച് ടോയ്ലറ്റാണ്. പിന്നെ ഇതുപോലെ കോറിഡോർ കാണാൻ നല്ല രസമാണ്. നമ്മൾ നടക്കുമ്പോഴൊക്കെ നല്ല രസമാണ്. ഇഷ്ടംപോലെ കാറ്റും വെളിച്ചമൊക്കെ ഉള്ള കോറിഡോർ, തടിപ്പണിയിൽ ചെയ്ത കോറിഡോർ കാണാൻ നല്ല രസമായിരിക്കുമല്ലോ. മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് അതെല്ലാം. പിന്നെ പഴയ സ്ഥലത്ത് നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട് അഞ്ചൽപ്പെട്ടി, പഴയ പോസ്റ്റ് ബോക്സാണത്. ഇത് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി അവിടെയുള്ള കുറേ മരങ്ങളും ചെടികളൊക്കെ കാണുകയാണ്. പിന്നെ ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. അവിടെ നേരെ പോയത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്കാണ്. ഇവിടെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ടൂറിസ്റ്റ് പോകുന്ന ഒരു ബോട്ടുണ്ട്. അത് ഇന്ന് കിട്ടിയില്ല. അതിന് പകരം ഇന്ന് അവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ബോട്ടുണ്ട്. അതൊരു അരമണിക്കൂർ നേരത്തേക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന ധാരണയിൽ ഞങ്ങൾ അതിൽ കയറി മംഗലശ്ശേരി എന്നൊരു സ്ഥലത്തേക്കാണ് പോണത്. മംഗലശ്ശേരി വരെ പോകാൻ 2 അരമണിക്കൂർ എടുക്കും. അപ്പോൾ ആ പോണ വഴിക്ക് നെഹ്റു പവലിയൻ കാണാം. പിന്നെ കുറേ ഹൗസ് ബോട്ട് കാണാം. ഇതൊക്കെ തന്നെ മറ്റേ ബോട്ട് പോയാലും കാണാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റേ ടൂറിസ്റ്റ് ബോട്ട് അതിലാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ ഡക്കുണ്ട്. ഡക്കിൽ പോയിരിക്കാം, കുറച്ചും കൂടെ രസമായിട്ട് കാണാൻ പറ്റും എന്നാണ് അവർ പറയണത്. ഇതിപ്പോൾ ഇതിൻ്റെ ഡ്രൈവറാണ്. ഡ്രൈവർ ഗിയർ മാറ്റുന്നു, ബോട്ട് മുന്നോട്ട് പോകുന്നു. ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡാണ് എൻജിൻ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇവിടുന്ന് ഡ്രൈവർ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. പിന്നെ വേറെ ഉണ്ട്. അവർ 2 പേര് ഓരോ കടവെത്തുമ്പോൾ ചാടി ഇറങ്ങിയിട്ട് കയറിട്ട് കെട്ടി അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴി നമുക്ക് കാണുന്ന പോലെ തന്നെ മനോഹരമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ഇതിലൊക്കെ പായൽ കിടക്കുന്നതാണ്. ഈ കുട്ടനാടൊക്കെ പായൽ വരാൻ കാരണം എന്ന് വെച്ചാൽ പണ്ട് കായലും കടലൊക്കെ ഒരുമിച്ച് കോരുവെള്ളം കയറുമായിരുന്നു. അതായത് ഈ ഉപ്പുവെള്ളം കയറിയിട്ട് പായലുണ്ടാവില്ല. അപ്പോൾ പിന്നെ അവർ ആ ബണ്ടൊക്കെ കെട്ടി വടക്കും ഭാഗം തെക്കും ഭാഗം പിന്നെ നടുക്കൊരു ചെളി എന്നൊക്കെ വെച്ച് ബണ്ടൊക്കെ കെട്ടിയപ്പോൾ കടൽ വെള്ളം കയറാണ്ട് ഉപ്പുവെള്ളം കയറാണ്ടായി കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പായൽ വളർന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പായൽ കാണാം. പിന്നെ ഇവർ പായലിടയ്ക്ക് കോരിക്കളണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അവസ്ഥ, ഫുള്ള് പായലായിരിക്കും. ഈ പായൽ വന്ന് പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ട് എല്ലായിടത്തും വരും. ഇത് നമ്മൾ ശരിക്കും ഒരു KSRTC ബസ് പോലെ തന്നെയാണ്. KSRTC ബോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കളർ പോലും KSRTC ബസ്സിൻ്റെ തന്നെയാണ്. വെള്ളത്തിലൂടെ പോകുന്ന KSRTC ബസ്സിന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ മംഗലശ്ശേരി വരെ പോകാനാകെ എനിക്ക് 11 രൂപയുള്ളൂ ഒരാൾക്ക്. അപ്പോൾ പോയിട്ട് തിരിച്ചു വരാൻ ഒരാൾക്ക് 22 രൂപയുള്ളൂ. നമ്മൾ കാശ് മാത്രമല്ല, ഈ പോകുന്ന എല്ലാം സെയിം തന്നെയാണ്. ഹൗസ് ബോട്ടിൽ പോയി കഴിഞ്ഞാലും ഇതിൽ പോയി കഴിഞ്ഞാലും കുറച്ച് ആൾക്കാരുടെ ഇടയ്ക്ക് പബ്ലിക്കായിട്ടൊക്കെ ഇരുന്നങ്ങ് പോവാം. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോവാം, അത്യാവശ്യം കാശും പോകും. ഇപ്പോൾ 600 രൂപയ്ക്ക് വരെ വേണമെങ്കിൽ നമുക്കൊരു 6-7 പേർക്കൊക്കെ പോകാനുള്ള ബോട്ടൊക്കെ കിട്ടുമായിരുന്നു. ഞാനത് പോകാമെന്ന് വെച്ചായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും പിന്നെ തീരുമാനിച്ച് വേണ്ട, എല്ലാവരും കൂടി ഇന്ന് പോകുമ്പോൾ അതിൻ്റെ രസമുണ്ട്, അതാണ് വേണ്ടത്. നമുക്കിങ്ങനെ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് യൂറോപ്പിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട് ഇവിടെ. ട്രാൻസ്പോർട്ട് ബസ്സിൽ വെറുതെ വന്ന് 2 ദിവസം യാത്ര ചെയ്ത് തിരിച്ചു അവർ പോകും. അപ്പോൾ അതേപോലെ തന്നെ അനുഭവമാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ബോട്ടിൽ പോകുമ്പോഴും അതുപോലെ തന്നെയാണ്. എല്ലാം പയ്യെ പോവുള്ളൂ, വേണമെങ്കിൽ അങ്ങ് ചെന്നാൽ മതി എന്ന ലെവലിലാണ് ട്രാൻസ്പോർട്ട് ബസ്സായാലും ബോട്ടായാലും പോകുന്നത്. പക്ഷേ അവരുടെ ആ ഒരു എളിമയും ആ ഒരു തനിമയും ആ ഒരു പതുങ്ങലും ആ ഒരു സ്പീഡില്ലായ്മയും എല്ലാം കൂടി ഭയങ്കര രസമാണ്. എന്നെ ആകർഷിക്കുന്ന KSRTC ബസ്സിൻ്റെ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. ടിക്കറ്റ് വാങ്ങിക്കുന്ന ഒരാൾ ഒരു ടിക്കറ്റ് കൊടുക്കുക, പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുക, ബസ് ഇങ്ങനെ പയ്യെ പോകും. പക്ഷേ ബോട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ബോട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. നമുക്ക് ഈ ബോട്ടിനൊന്നും അങ്ങനെ പറയാൻ പറ്റുന്നില്ല സാധാരണ. പക്ഷേ അതൊരു രസമാണ് ശരിക്കും പറഞ്ഞാൽ. അത് സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ പയ്യെ സാവധാനം കണ്ടുപോകാം. ഈ ബോട്ടിന് നമുക്ക് അത്ര സാധാരണമൊന്നുമല്ല, ഇവർ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, നമുക്ക് കണ്ടുപോകാം. ഞാനൊരു പൊതുവേ ഒരു ജനറലായിട്ടുള്ളൊരു തത്വം പറഞ്ഞെന്ന് മാത്രം, KSRTCയുടെ തത്വം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഇന്ന് നമുക്ക് നെഹ്റു പവലിയൻ കാണാം. നെഹ്റു പവലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിൻ്റാണ് ഞാൻ ഇപ്പോൾ വന്നപ്പോൾ കേട്ടത്. അതായത് നെഹ്റു വള്ളംകളി തുടങ്ങുമ്പോൾ വള്ളംകളി വന്ന് തീരുന്നത് ഈ ഫിനിഷിംഗ് പോയിന്റിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വിശിഷ്ടമായ അതിഥികൾ, സാധാരണ അതിഥികളൊന്നുമല്ല, അങ്ങനെയുള്ളവർ കുറേ പേര് വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള പവലിയൻ കൂടിയാണ്. നെഹ്റു ആദ്യം പ്രധാനമന്ത്രി കഴിഞ്ഞിട്ട് ആദ്യം വന്ന് ഇവിടെയാണെന്ന് പറഞ്ഞത്. ഇവിടെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വള്ളങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന വന്നിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നെഹ്റു പവലിയൻ എന്നുള്ള പേര് വന്നൊക്കെയാണ് പറയുന്നത്. ഈ പോണ ചെറിയ വള്ളങ്ങളാണ്. ഹൗസ് ബോട്ട് എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഷിക്കാര, നമ്മുടെ ഡൽഹിയിലൊക്കെ അല്ല നമ്മുടെ ജമ്മുവിലൊക്കെ ഉള്ള ഷിക്കാര എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ പറയാം. ഷിക്കാരിനേക്കാളും ചെറുതാണ്. അപ്പോൾ അതുപോലെയൊക്കെ ഇതിൻ്റെ പേരും ഷിക്കാര എന്നൊക്കെയാണ്.
പിന്നെ ഹൗസ് ബോട്ടുകൾ ഇപ്പോൾ 6000 തൊട്ട് 30,000 1 ലക്ഷം വരെയൊക്കെ വാടക എടുക്കുന്ന ഹൗസ് ബോട്ടുണ്ട്. ഈ കാണുന്നതാണ് നെഹ്റു പവലിയൻ. നെഹ്റുവിൻ്റെ ഒരു പ്രതിമ കാണാം നമുക്ക്. സ്വർണ്ണത്തിലുള്ള പ്രതിമ നെഹ്റുവിൻ്റെയാണ്. സോ ഇത് ഫിനിഷിംഗ് പോയിൻ്റായിട്ട് വരുന്നതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഞാനിപ്പോൾ കയറിയ ഈ ബോട്ട് കാവാലം വരെ പോകും. ഇപ്പോൾ കാവാലം വരെ പോകണമെങ്കിൽ അവർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ 2-2.5 മണിക്കൂർ എടുക്കുന്നതാണ് പറഞ്ഞു. അവർ 2-2 മണിക്കൂർ എടുത്ത് പോകണമെങ്കിൽ ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും 9 മണിയാവും. അതുകൊണ്ടാണ് ഈ മംഗലശ്ശേരി എന്നുള്ള സ്ഥലത്തേക്ക് 1/2 മണിക്കൂർ കൊണ്ട് പോകുന്ന ദൂരം താണ്ടി അവിടെ പോയിട്ട് തിരിച്ച് വരിക. അപ്പോൾ ഒരു ബോട്ടിങ് എക്സ്പീരിയൻസുമായി നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടു. കുട്ടനാട് അല്ലെങ്കിൽ ഈ ആലപ്പുഴ വന്നിട്ട് കാണേണ്ട കാഴ്ചകളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇതിൽ നമുക്ക് ചെറിയ വള്ളങ്ങളൊക്കെ പോണ ചേട്ടന്മാരും ചേച്ചിമാരും കാണാം. ഒരു വള്ളമായിരിക്കും, അതിലൊരു ചെറിയൊരു തുഴഞ്ഞു പോണ ആരും കണ്ടില്ല, ഒരു ചെറിയൊരു മോട്ടർ വെച്ചിട്ട് അങ്ങ് പോവുക, സ്പീഡ് ബോട്ടിൻ്റെ പോലെയൊക്കെ. പിന്നെ ഇതിൽ സ്പീഡ് ബോട്ടുകളും കുറേ ഉണ്ട്. അവർ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. അപ്പം ഇഷ്ടംപോലെ ഓളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതും എല്ലാവരും കാഴ്ച തന്നെയാണ്. നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാം. ബോട്ടുകൾ, പല വിധത്തിലുള്ള ബോട്ടുകൾ, പിന്നെ തെങ്ങ്, ബാക്ക് വാട്ടർ, അങ്ങനെ എല്ലാം കൂടെ രസമാണ്. 1-2 ദിവസം കൂടെ താമസിക്കാൻ, അല്ലെങ്കിൽ ഒരാഴ്ച താമസിക്കാൻ രസമായിരിക്കും. അത്യാവശ്യം ഹൗസ് ബോട്ടിൽ തന്നെ തങ്ങുന്ന ആൾക്കാർക്ക് ധാരാളം ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതുപോലത്തെ ഒരു യാത്ര മതി. ഇതിപ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉള്ള ഒരു രസത്ത് കുറച്ചൊന്ന് മാറ്റി ചിന്തിക്കുക. അതായത് ലാൻഡ് അല്ലാണ്ടുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോഴുള്ള രസം. ഇത് മീൻസ് ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ പോയി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും അവിടെ നിങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ കെട്ടുവള്ളങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ നമ്മുടെ അവിടുത്തെ ഇപ്പോൾ ഒരു മാർക്കറ്റ്, ഉള്ളിലുള്ള വെള്ളത്തിലുള്ളൊരു മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ഐഡിയ ആണ് അതൊക്കെ. ഇവിടെ ഒരു മാർക്കറ്റിൻ്റെ വരികയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സജീവമാക്കുവാണെങ്കിൽ ഇതേ വെള്ളത്തിൽ തന്നെ മാർക്കറ്റ് പോലെ അപ്പുറത്തുനിന്ന് വള്ളങ്ങളിൽ വന്നിട്ട് കച്ചവടം ചെയ്യുകയാണെങ്കിൽ അതും ഒരു മനോഹരിതയായിട്ട് മാറിയാണ്. നമ്മുടെ ഇന്ത്യയിൽ അതും ഉണ്ട്, ജമ്മുവിലുണ്ട്. അപ്പോൾ ജമ്മുവിലുള്ള പോലെ തന്നെ ഇവർക്ക് വേണമെങ്കിൽ അത് വികസിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ അങ്ങനെ വികസനമൊന്നും കണ്ടില്ല. ഹൗസ് ബോട്ട് എന്നുള്ളതും 1-2 പേര് ആദ്യം തുടങ്ങിയതായിരിക്കുമല്ലോ. അങ്ങനെ അതിപ്പോൾ ഒരു വ്യവസായമായിട്ട് മാറി. അതേപോലെ ഇങ്ങനെ ഒരു കുറച്ച് ഏരിയ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇനിയും ഈ ഐഡിയ ഇപ്പോഴും ചെയ്യാവുന്നേ ഉള്ളൂ. വള്ളങ്ങളിൽ വന്നിട്ട് കച്ചവടം നടത്തുകയാണെങ്കിൽ ബോട്ടുകളിലൊക്കെ വന്ന ആൾക്കാരൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് വാങ്ങിക്കാനുള്ളൊരു പ്രത്യേക രസമുള്ള കാരണം അത് തന്നെയാണ് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനിയും ഇവിടെ വേണമെങ്കിൽ കേരള സർക്കാരോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ശ്രമിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിന് ഇങ്ങനെ ചുറ്റുവട്ടത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഒരു ബിസിനസ് നടക്കാനുള്ള സാധ്യത ഇവിടെ ഞാൻ സ്കോപ്പ് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ വർഷം മുമ്പ് ഞാൻ ഇവിടെ പോയിരുന്നു. അന്ന് കാണുന്ന വീടുകളല്ല ഇപ്പോൾ വരുന്നത്. അതായത് വീടുകൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാം കാലിൽ വെച്ചിട്ട് ഉയർത്തുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. കാരണം വെള്ളപ്പൊക്കം എപ്പോൾ വന്നാലും വീട്ടിൽ വെള്ളം കയറാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ ഒരു ന്യൂനത കാണുന്നത് ഈ പായൽ മാറ്റാൻ ഇതുവരെ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ആ പായൽ മാറ്റുന്ന സിസ്റ്റം ഒരുപക്ഷെ സർക്കാരിൻ്റെ കയ്യിലും കാശില്ലാത്തതിനായിരിക്കും. എനിവേ ഇപ്പോൾ പണ്ടത്തേക്കാൾ പായൽ ഞാൻ കാണുന്നു. കുട്ടനാട് മുഴുവൻ ഇപ്പോൾ പായൽ വന്നു തുടങ്ങി. ഇത് കളയാനുള്ളൊരു മാർഗ്ഗം സർക്കാർ നോക്കേണ്ടതാണ്. കാരണം ടൂറിസ്റ്റ് വരുന്ന ആളുകൾക്ക് ഇത് ഒരു നല്ല അനുഭവമായിട്ട് തോന്നാൻ സാധ്യതയില്ല. കാരണം ടൂറിസ്റ്റുകൾ അധികവും നമ്മുടെ ഔട്ടർ കേരളയിൽ നിന്നാണ് വന്നത്. അപ്പോൾ കുറച്ചും കൂടെ വൃത്തിയായി കിടക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു മനോഹരിത ഇവിടെ വന്നേനെ. നമ്മുടെ ഇവിടുത്തെ മെയിൻ ആകർഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായലും പിന്നെ ഈ തെങ്ങും ബോട്ടും, ഇതൊക്കെയാണ് മെയിൻ ആകർഷണം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മംഗലശ്ശേരി എത്തി. അതുകൊണ്ട് മംഗലശ്ശേരി എത്തിക്കഴിഞ്ഞിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടവഴികൾ ഇങ്ങനെ സൈഡിൽ കൂടെ കുറേ ഉണ്ട്. ഈ ഇടവഴിക്കിടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറേ അങ്ങ് പോകുമ്പോൾ നമുക്ക് കുറച്ച് ചായക്കട പോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാം, കുറച്ച് മുറുക്കാൻ കാണാം. ഇത് നമ്മൾ ഈ മണ്ണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന ചാക്കാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ പോകുന്ന വഴികളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയേക്കണേ. മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചാക്ക് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ജിയോ ടെക്സ്റ്റൈൽ മെറ്റീരിയൽ വേണമെങ്കിൽ വയ്ക്കാം. അത് വയ്ക്കുമ്പോൾ മണ്ണ് ഒലിച്ച് പോവില്ല. വെള്ളം വീണാലും മണ്ണ് അവിടെ കിട്ടി. ഇത് സ്ഥലത്തിൻ്റെ പേര് മംഗലശ്ശേരി എന്നാണ്. മംഗലശ്ശേരി എത്തിക്കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഈ നടക്കണ വഴിക്കടെ നടന്നു കഴിഞ്ഞാൽ കുറേ കാഴ്ച ഇങ്ങനെ കണ്ടു. കുറേ ഹൗസ് ബോട്ട്സ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുറേ കാണാനുണ്ട്. ഇപ്പോൾ ഈ കാണാമല്ലോ, ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് സൈഡിൽ നമ്മളെ വീടുകളൊക്കെ ഉണ്ട്. ആ വീടിന് ചുറ്റും ഇങ്ങനെ കുറച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് ഇവിടെ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഈ വഴിക്കടൊക്കെ നടക്കും. പിന്നെ ഇപ്പോൾ ഞാൻ പാടം കാണാം. എൻ്റെ ഇവിടെ പാടം നട്ടിട്ടുണ്ട്. ഇപ്പോൾ കുട്ടനാട് നമുക്കറിയാം കടലിനേക്കാളും കുറേ താഴെ ഉള്ള സ്ഥലങ്ങളാണ് പലതും. കുട്ടനാട് ഭാഗങ്ങൾ, ആലപ്പുഴ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ പണ്ട് വടക്കും ഭാഗം തെക്കും ഭാഗം പിന്നെ നടുക്ക് കുറേ ചെളിയൊക്കെ വെച്ചിട്ട് നാട്ടുകാർ പണിത സ്ഥലമാണ് 1972. അങ്ങനെ മൊത്തത്തിൽ കുറച്ച് വിരിപ്പ് ഭൂമിക്ക് കരഭൂമിയാക്കി എടുത്തിട്ട് അവർ ഈ നെൽകൃഷിക്ക് ഇറക്കിയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിന് നെല്ലറ എന്ന് പറഞ്ഞാൽ കുട്ടനാടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു കായലിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കിപ്പോൾ തൊട്ട് ബാക്കിലായിട്ട് നെൽപ്പാടവും കാണാൻ പറ്റും. ഇതിൽ കുറേ കൊക്കുകൾ വന്നിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. മൊത്തത്തിൽ ഒരു ചേഞ്ച് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഒന്ന് എന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ബ്രിഡ്നി സ്പേസ് പോലും ഇവിടെ വന്ന് ഒരാഴ്ച ആരൂരാണ് താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്.
പിന്നെ ഞാനും ഒരാഴ്ച ഇവിടെ ആരൂരാണ്ട് താമസിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ വന്നില്ല. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുകയെന്ന് വെച്ചാൽ ഇതൊക്കെ ചതുപ്പാണ്. നമുക്ക് ഇഷ്ടംപോലെ പാമ്പിനെ കിട്ടും ഇവിടെ. പാമ്പിനെ തിന്നാനല്ല, പാമ്പ് കടിക്കാൻ ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും, നമ്മൾ നോക്കി കണ്ടും പോയില്ലെങ്കിൽ. കാരണം വെള്ളമുണ്ട്, ചതുപ്പുണ്ട്, പുല്ലുണ്ട്, പാടമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കി ഒഴിച്ചോളണം, പാമ്പുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നടക്കുക. രാത്രി കാലങ്ങളിലായിരിക്കും അതിൻ്റെ പ്രശ്നം, രാവിലെ നമുക്ക് കണ്ടു നടക്കാം, അപ്പോൾ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ഈ കാണുന്നതൊക്കെ തെങ്ങാണ്. തെങ്ങ് നമ്മൾ പൈലിംഗ് പോലെ വെച്ചേക്കാണ് ഈ കാണുന്നത്. ഈ പോകുന്ന ബോട്ടാണ് കൈനഗിരി ടൂറിസ്റ്റ് ബോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലെ ഡെക്കിലാണ് നമുക്ക് 120 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്ഥലമൊക്കെ കണ്ടുപോകാം. അടിയിൽ 60 രൂപ അങ്ങനെയാണ് കിട്ടും. ഇത് ടൂറിസ്റ്റ് ബോട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ആ ബോട്ടിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത്. അപ്പോൾ ആ ബോട്ട് കിട്ടാത്ത കാരണമാണ് ഞാനിപ്പോൾ ഈ മംഗലശ്ശേരി എന്ന സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവർ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ശരിക്കും മണ്ണിട്ടിട്ട് ഇങ്ങനെ ജിയോ ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ചാക്ക് വെച്ചിട്ടാണ് അവിടെ നിലനിർത്തുന്നത്. തൊട്ടപ്പുറത്ത് തെങ്ങിൻ്റെ കുറ്റി അടിച്ചിട്ട് കുറച്ച് കഴിക്കാനുള്ള, കുറച്ച് സ്നാക്സ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചായ കിട്ടും. അത് ചായ കഴിച്ചിട്ട് പിന്നെ അടുത്ത ബോട്ടിൽ വരാൻ വേണ്ടിയിട്ട് ബോട്ടിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ മതി. അവിടെ ചെന്നിട്ട് ചുമ്മാ എന്നാൽ കിട്ടില്ല, കൈ മാടി വിളിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങോട്ടേക്ക് പോകുന്ന ബോട്ട് കൈ മാടി വിളിച്ചാൽ മാത്രമേ വരുള്ളൂ. ഇവിടെ സിസ്റ്റം അങ്ങനെയാണ്. കൈ കൊണ്ട് ഇങ്ങനെ വാ എന്ന് കാണിച്ച് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും, നമ്മൾ പോകാനുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, അപ്പോൾ അവർ വരും. ഇവിടെ ഒരു 10 മിനിറ്റ് തൊട്ട് ഇവിടുന്ന് തിരിച്ച് ആലപ്പുഴ ചുറ്റിലേക്ക് ബോട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ കണ്ടവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഒരു പക്ഷേ ബീച്ചിൽ പോകും, അപ്പോൾ ഒന്നോട് താങ്ക് യു വെച്ച് അപ്പോൾ പറഞ്ഞേക്കാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ബോട്ട് ആലപ്പുഴ ബോട്ട് ജില്ലയ്ക്കുള്ള ബോട്ട് കാത്ത് നിന്നാൽ വലിയ ചതിയായിപ്പോയി. കാരണം അവർ പറഞ്ഞ് 5 മിനിറ്റുള്ള ബോട്ട് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, 1 മണിക്കൂറായി. ഒരു ബോട്ടിൻ്റെ തരി പോലും ആ വഴിക്ക് കാണുന്നില്ല. വന്ന ബോട്ടൊക്കെ ഹൗസ് ബോട്ടാണ്. പിന്നെ ഒരു വിധത്തിൽ ഒരെണ്ണം വന്ന് പോയി, തിരിച്ച് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകണം. ആലപ്പുഴ ബീച്ചിലേക്ക് പോകുമ്പോൾ റോഡ് ബ്ലോക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലെത്തി. അപ്പോഴേക്കും ഒരു 7 മണി 7:30 ആയി. അപ്പോൾ ആലപ്പുഴ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഇഷ്ടംപോലെ ഇങ്ങനെ ആൾക്കാർ വരും. കാരണം അവിടെ ഇഷ്ടംപോലെ വാണിജ്യ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്. ഈ ഐസ്ക്രീം പാർലർ, പല സാധനങ്ങൾ, കുടിക്കാൻ വെള്ളം, അങ്ങനെ എല്ലാ സാധനവും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയ്ക്ക് ഒരു മാറ്റിയേക്കാണ്. അപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ ലെവലിലേക്ക് അത് മാറിയിരിക്കുകയാണ്. നല്ല ക്ലീൻ ബീച്ചാണ്. രാത്രി കാരണം ഇത് കാണാൻ പറ്റി, അല്ലെങ്കിൽ ബീച്ച് മാത്രം കണ്ട് തിരിച്ചു കൊണ്ടുവന്ന് തന്നെ. ഇവിടെ ഒരു ഫെസ്റ്റിവലൊക്കെ നടക്കാറുണ്ട്. ആനുവൽ ഫെസ്റ്റിവൽ, ഈ ബീച്ച് ഫെസ്റ്റിവൽ എന്നൊക്കെ നടക്കാറുണ്ട്. കൂടെ തന്നെ ഈ സാൻഡ് ആർട്ട് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ മണലിൽ ഇങ്ങനെ ഓരോ ആർട്ടൊക്കെ ചെയ്തുള്ള സംഭവങ്ങളൊക്കെ ഇവരോട് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇക്കൊല്ലം നടന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആലപ്പുഴയിലുള്ള ഫാമിലീസൊക്കെ ഇവിടെ എല്ലാ ദിവസവും വരുന്നുണ്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി. അത്യാവശ്യം നീറ്റായ ബീച്ചാണ്. ആലപ്പുഴ ബീച്ചാണ്. ഈ ഒരു സമയത്ത് വരാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷെ വന്നപ്പോൾ നന്നായി തോന്നുന്നു. കാരണം ഏത് ബീച്ചിലും നമുക്കൊരു വൈകുന്നേരം ഒരു 5 മണി അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞിട്ട് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം വെയിലുണ്ടാവില്ല. അതുമാത്രമല്ല ബീച്ചിൽ വരാൻ പറ്റിയ സമയം കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ കടലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് മാത്രം. കടലിറങ്ങേണ്ട കാര്യമില്ല, കടലിൽ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. കാരണം വെയിലേറ്റം പയ്യെ തുടങ്ങുന്ന സമയമാണ്. വൈകുന്നേരം രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ കടൽ മുകളിലേക്ക് കയറും. പക്ഷേ വന്നിരിക്കാൻ പറ്റിയ സമയം ഒരു രാത്രി തന്നെയാണ്. സോ ആലപ്പുഴ ബീച്ചിൻ്റെ കടലിലെത്തി. ഈ കടൽക്കരയിൽ നിന്ന് ഞാൻ അപ്പോൾ ഇവിടെ പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.